ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ ഒരു ക്രൂര കൊലപാതകം നടന്നിരിക്കുന്നു. ഒരമ്മ തന്റെ സ്വന്തം മകളെ കൊന്നിരിക്കുന്നു. യുപിയിലേക്ക് പോകുമ്പോൾ ഒരു യുവാവിന് മരണം വരിക്കേണ്ടി വന്നത് പ്രണയിച്ചുവെന്ന ഒറ്റ കാരണം കൊണ്ടാണ്. എന്താകും ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെ കാരണം? വിശദമായി തന്നെ നമുക്ക് നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അവിടെ ഒരു 13 വയസ്സുകാരി കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊലപാതകത്തിന് നേതൃത്വം നൽകിയതാകട്ടെ സ്വന്തം അമ്മയും കൂട്ടാളികളും ചേർന്ന്. കൊലപാതക കാരണമാണ് അതിലേറെ ഞെട്ടിക്കുന്നത്. അതേ സ്ത്രീയുടെ ഇളയ മകന് ബാധിച്ച അസുഖം ഭേദമാക്കാനായി മന്ത്രവാദിനി പറഞ്ഞത് പ്രകാരമായിരുന്നു ആ കൊലപാതകം. അതായത് നടന്നിരിക്കുന്നത് ക്രൂരമായൊരു നരബലി തന്നെ. പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾ ജനിക്കണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യയിൽ. ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെന്നറിയുമ്പോൾ ആ ഭ്രൂണത്തെ തന്നെ ഇല്ലാതാക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഇവിടെ. അതിനെയൊക്കെ മറികടന്ന് കാലം ഇത്ര പുരോഗമിച്ചപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും പെൺകുഞ്ഞുങ്ങളുടെ ജീവന് ഇന്നും വിലയില്ലാതാകുന്നുവെന്നതിന് വലിയൊരു ഉദാഹരണമാണ് ഈ 13-കാരിയുടെ കൊലപാതകം. മാർച്ച് 24-ന് രാത്രി എന്താകും ഹസാരിബാഗിലെ ആ ഗ്രാമത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഹസാരിബാഗിലെ ഹുസുംബ ഗ്രാമത്തിൽ മാർച്ച് 24-ന് രാത്രി രാമനവമി ദിവസമായിരുന്നു കൊലപാതകം നടക്കുന്നത്. പെൺകുട്ടിയുടെ സഹോദരൻ കാലങ്ങളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ആ മകന്റെ അസുഖം ഭേദമാക്കുന്നതിനായി അമ്മയായ രശ്മി ദേവി പോയത് ഡോക്ടറുടെ അടുത്തേക്കായിരുന്നില്ല, പകരം ഗ്രാമത്തിലെ തന്നെ ഒരു മന്ത്രവാദിനിയുടെ അടുത്തേക്കായിരുന്നു. അത്രത്തോളം അന്ധവിശ്വാസം നിറഞ്ഞ ഒരു അമ്മയായിരുന്നു അവർ. അങ്ങനെയിരിക്കെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടും മകന്റെ അസുഖം മാറാതെ വന്നതോടെ മന്ത്രവാദിനി രശ്മി ദേവിക്ക് പറഞ്ഞുകൊടുത്ത അവസാനത്തെ ഒരു ആശയമായിരുന്നു എല്ലാ രോഗങ്ങളിൽ നിന്നും മകനെ സുഖപ്പെടുത്താനായി കന്യകയായ ഒരു പെൺകുട്ടിയെ ബലി നൽകുക എന്നത്. രശ്മി ദേവി ആലോചിച്ചപ്പോൾ 13-കാരിയായ മകൾ അവരുടെ വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ കന്യകയായ മറ്റൊരു പെൺകുട്ടിയെ തേടി എന്തിന് മറ്റൊരിടത്ത് പോകണമെന്നൊരാലോചനയിലേക്ക് ആ ക്രൂരയായ സ്ത്രീ എത്തി. ഒടുക്കം അവർ ആ മകളെ തന്നെ മകനു വേണ്ടി ബലി കൊടുക്കാൻ തീരുമാനിച്ചു. നരബലിക്ക് രശ്മി ദേവിക്കൊപ്പം കൂട്ടുനിന്നതാകട്ടെ ആ മന്ത്രവാദിനിയും ഭീംറാം എന്ന മറ്റൊരാളും ചേർന്നായിരുന്നു. മാർച്ച് 24 അഷ്ടമി രാത്രിയിൽ ഹുസുംബ ഗ്രാമം മുഴുവൻ മംഗളാജൂലസ് ഉത്സവാഘോഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന സമയം. പെൺകുട്ടിയുടെ മരണവെപ്രാളത്തോടെയുള്ള കരച്ചിലോ ശബ്ദമോ ഒന്നും പുറത്തു കേൾക്കില്ല എന്നുറപ്പുള്ള ഒരു രാത്രി. അന്നായിരുന്നു 13-കാരിയെ നരബലി നൽകാനായി അവർ 3 പേരും തെരഞ്ഞെടുത്തത്. എല്ലാവരും ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ രശ്മി ദേവിയും ഭീംറാമും ചേർന്ന് ആ 13-കാരിയെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. മരണശേഷം ആ വീട്ടിൽ അരങ്ങേറിയത് അതിലും ക്രൂരമായ ചില കാര്യങ്ങളായിരുന്നു. സ്വന്തം മകളെ കൊല്ലാൻ ആ അമ്മയ്ക്ക് ഉപദേശം നൽകിയ മന്ത്രവാദിനി ചെയ്തതെന്താണെന്നോ, പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മരക്കമ്പി അടക്കം തിരികെ കയറ്റുകയും ചടങ്ങിനുള്ള രക്തമെടുക്കാനായി അവളുടെ തലയിൽ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. എല്ലാ ക്രൂരതകൾക്കും ഒടുവിൽ അവർ ആ 13-കാരിയുടെ മൃതദേഹം സമീപത്തെ ഒരു പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി ആരും അറിയാതെ കുഴിച്ചുമൂടി. ഒടുക്കം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊടും ക്രിമിനലുകളായി 3 പേരും പിടിയിലായി. ആ സംഭവത്തെപ്പറ്റി പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. अनुसंधान के दौरान हम लोगों ने पाया कि ये मामला तंत्र मंत्र ओझा गुनी और से जुड़ा हुआ है, जहाँ पर एक भक्तिनी जो खुद को कहती हैं और मैं ये भी बता दूं कि इनके जो पति थे जिनका निधन हो चुका है ईश्वर ठाकुर, वो भी पहले भक्त का ही यही काम करते थे, ओझा गुनी और भक्त का। तो उनकी जो पत्नी है जो अभी ये काम कर रही हैं, इनके द्वारा मृतिका की जो मदर है माँ रेशमी देवी और जो भीमराम है जो कि मृतिका के माँ के ही या मृतिका के ही गांव के रहने वाले हैं, इन तीनों ने मिल करके इस मृतिका की हत्या की, बहुत ब्रूटल हत्या किया और बॉडी को
एक जगह पे ला करके हत्या किया, जिसमें ये माना गया कि यहाँ भूत प्रेत का वास है, यहाँ रहता है, उसको बांधने के लिए। और मृतिका की माँ पिछले कई सालों से, कई महीनों से लगातार उस लेडी जो ओझा गुनी है, जो उसके पास आती जाती थी और उसे तंत्र मंत्र में सहयोग अपने कुछ प्रॉब्लम्स के लिए लेती थी। സംഭവത്തിൽ അറസ്റ്റിലായത് പെൺകുട്ടിയുടെ അമ്മ രശ്മി ദേവി, മന്ത്രവാദിനിയായ 55 വയസ്സുള്ള ശാന്തി ദേവി, 40 വയസ്സുള്ള ഭീംറാം എന്നിവരാണ്. ഇവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ബലാത്സംഗം അടക്കം ആരോപിച്ച് പിടിക്കപ്പെടാതിരിക്കാനുള്ള വഴി തേടുകയായിരുന്നു ഈ മൂവർ സംഘം. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിലും ഫോറൻസിക് റിപ്പോർട്ടിലും ഇത് തെളിയിക്കപ്പെടാതിരുന്നത് പ്രതികളിലേക്കെത്താൻ പോലീസിനെ കൂടുതൽ സഹായിക്കുകയായിരുന്നു. കൂടാതെ തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയതായി പോലും സ്വന്തം മകളെ കൊന്നു കുഴിച്ചുമൂടിയ ശേഷം ആ അമ്മ പറയുകയുണ്ടായി. സംഭവത്തിൽ അറസ്റ്റിലായ മൂവർ സംഘത്തിൽ ഒരാളായ ഭീംറാം ആകട്ടെ തന്റെ സഹോദര ഭാര്യയെയും മറ്റൊരാളെയും കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.